നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കർത്താവേ, നീ എന്നെ വീണ്ടും പരീക്ഷിക്കുകയാണോ? ഇതെങ്ങനെ പറ്റിയതാ മാം? ഷോക്ക് അടിച്ചതാ. ഷോക്ക് അടിച്ചതാണോ അതോ ആരെങ്കിലും ഷോക്ക് അടിപ്പിച്ചതാണോ? 5 സുന്ദരിമാർ തന്ന പണിയാണോ മാം? അവർക്കിവിടെയുള്ള മറ്റു ചിലരെ പോലെ ഒളിഞ്ഞിരുന്ന് വികൃതികൾ കാണിക്കുന്ന സ്വഭാവം ഇല്ല. അവർക്കെന്തെങ്കിലും പറയാനോ ചെയ്യാനോ ഉണ്ടെങ്കിൽ അതവര് സ്ട്രെയിറ്റ് ആയിട്ട് പറയും, ചെയ്യും. പക്ഷേ ഈ പണി അവരാണ് ചെയ്തതെങ്കിൽ മാം ഈ അഭിപ്രായം മാറ്റി പറയേണ്ടി വരും. അങ്ങനെ പറയേണ്ടി വരുന്നത് മാമിന്റെ ഗതികേടായിരിക്കും. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മാമിനെന്തോ അപകടം പറ്റിയെന്നറിഞ്ഞ് കാണാൻ വന്നതാ. വലതു കൈ തന്നെ ഷോക്ക് അടിച്ച് ഫീസായി പോയല്ലോ മാം. മാമിന്റെ കൈക്കല്ലേ കുഴപ്പം പറ്റിയുള്ളൂ. അടിമുടി വീണ് കോമയിലായി പോയെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? ആംബുലൻസിൽ വന്ന് കോരിക്കൊണ്ട് പോയേണ്ടി വന്നല്ലോ. മാം കിടപ്പിലായി പോയിരുന്നെങ്കിൽ ഈ ഹോസ്റ്റലിൽ എന്ത് നടക്കുമെന്ന് അറിയാൻ പോലും പറ്റില്ലായിരുന്നു. നിങ്ങൾ എനിക്ക് സംഭവിച്ച അപകടം അറിഞ്ഞിട്ട് വന്നതാണോ അതോ എന്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഒന്ന് കളിയാക്കാമെന്ന് തീരുമാനിച്ചു വന്നതാണോ? നിങ്ങളുടെയൊക്കെ മട്ടും ഭാവവും സംസാരവും കേൾക്കുമ്പോ എനിക്കറിയാം ഉദ്ദേശം എന്താണെന്ന്. നിങ്ങളുടെ അന്വേഷണത്തിന് നന്ദി. പൊയ്ക്കോ. ഇത്രയൊക്കെ കിട്ടിയിട്ടും മാമിന്റെ ശൗര്യത്തിന് വലിയ കുറവൊന്നും ഇല്ലല്ലോ. ഈ ഹോസ്റ്റലിൽ വന്ന് താമസിച്ചു പോയ പിള്ളേരുടെ എല്ലാം ശാപോ മാമിന്റെ ഈ അവസ്ഥ. ഈ ഹോസ്റ്റലിന് നല്ല ശാപമുണ്ട് മാം. ഇവിടത്തെ രീതികൾ മാറിയില്ലെങ്കിലേ ഇതുപോലെ അടുത്ത ശാപം ഉടനെ ഉണ്ടാവും. കിടപ്പിലായാൽ എഴുന്നേൽപ്പിക്കാനേ ഇവിടെ ആളുണ്ടാവും. നീ എന്താടി മാമിനോട് പറഞ്ഞത്? ഈ ഹോസ്റ്റലിന് ശാപം ഉണ്ടെന്നോ? മാമിന്റെ പ്രവൃത്തികളല്ല, നീയൊക്കെയാ ഈ ഹോസ്റ്റലിന്റെ ശാപം. സൂക്ഷിച്ച് സംസാരിച്ചോ. സൂക്ഷിച്ച് സംസാരിക്കാൻ അറിയാത്തവരെ നിങ്ങളൊക്കെയാ. നിങ്ങൾ മാമിനോട് പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടു. കേട്ടെങ്കിൽ എന്താ, ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. നിങ്ങളൊന്നും ഒന്നും പറയണ്ട. ആരും പ്രശ്നം ഉണ്ടാക്കരുത്. ഇവളുമാരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരാൾക്ക് ഒരാപത്ത് വരുമ്പോഴേ സന്തോഷിക്കുന്ന ടീംസായി ഇവരൊക്കെ. നീയൊക്കെ മാമിനെ ഷോക്ക് അടിപ്പിച്ചിട്ടേ നിന്ന് ന്യായം പറയുന്നോ? നീ കണ്ടോടി, കണ്ടെങ്കിൽ പറയടി. കണ്ട കാര്യങ്ങൾ പറയാനാണെങ്കിലേ ഇവിടെ പലതും പറയാനുണ്ട്. പോടി, നീ പോടി അവിടുത്തെ. 3 കൂടെ കുറെ നേരമായി വിളയുന്നേ, മിണ്ടാതിരുന്നോ? നിങ്ങൾ എന്റെ കാര്യത്തെപ്പറ്റി സംസാരിച്ച് വഴക്കിടണ്ട. കിരൺ, ഞാൻ പറയുന്നത് നിങ്ങളെങ്കിലും കേക്ക്. ഇവരെന്തെങ്കിലും പറയട്ടെ, നിങ്ങളൊന്നും പ്രതികരിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യൂടി? നിങ്ങളൊന്ന് പോകാൻ. ഇവിടെ കിടന്ന് വിലസുന്നവരൊക്കെ അനുഭവിക്കാൻ തുടങ്ങി. ഇനി പലരും അനുഭവിക്കും.
ബോഡി. തൊള്ളയുടെ കൈ അടിച്ചു പോയ സമയം നോക്കി 5 സുന്ദരികളെ തള്ളയെ ചാക്കിലാക്കാൻ നോക്ക്.